12 വയസ്സിൽ ഒരാളുടെ ശരീരം മുഴുവൻ പെട്ടെന്ന് ഇങ്ങനെ വെള്ളപ്പാണ്ട് പോലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം, മുൻ ജന്മത്തിൽ ഏതോ ഒരു സർപ്പത്തിനെതിരെ ദോഷം ചെയ്തിട്ടുണ്ട്, ഇല്ലേ ഒരു സർപ്പത്തെ തീയിട്ട് കൊന്നിട്ടുണ്ട്. 12, 24, 36 ഈ ഏജിൽ നമുക്കൊരു പ്രത്യേകമായൊരു വിഷയം വരുവാണ് എങ്കിലത് പൂർവ്വജന്മ ദോഷമാണെന്ന് കണക്കാക്കണം. ഈ ശിവൻ മഹാവിഷ്ണു ഇവർ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്, ഭഗവാനോട് മഹാദേവനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പുള്ളി ബലം പിടിച്ച് നമുക്കിങ്ങ് നേടിത്തരും. മഹാവിഷ്ണു ആണെങ്കിൽ അദ്ദേഹം അതിന് കൃത്യം നമ്മളെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കും. ഗർഭത്തിലിരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ കുട്ടി ഒരു തെറ്റും ചെയ്യാതെ ഭഗവാൻ തീരുമാനിക്കുമോ 12 വയസ്സിൽ ഇവൻ മരണപ്പെടണമെന്ന് ഭഗവാൻ തീരുമാനിക്കുമോ? പിന്നെ കാള ഈ കൊച്ചിനിങ്ങനെ കുത്താൻ വരുന്ന പോലെ എവിടെ കാളയുണ്ടോ ഇത് അതിൻ്റെ മുന്നേക്കൊടങ്ങാനും പോയി ഈ കാള ഇങ്ങനെ എന്തോ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കും. അങ്ങനെയൊക്കെ മുൻ ജന്മത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലെ ഒരു കാളയെ കൊന്നുകളഞ്ഞു എന്നൊരു കണക്ക്. ആ കുട്ടിയുടെ ജാതകത്തിൽ ശിവനല്ല അവൻ ഉപാസിക്കേണ്ട മൂർത്തി മഹാവിഷ്ണുവാണ്. ദേവനല്ലേ പ്രേതം. ഒരു സത്യമില്ലാതെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവത്തില്ല. ചുമ്മാ ഇരിക്കുന്ന ഒരു പ്രേതം നാളെ മുതൽ ഇവൻ്റെ ശരീരത്തിൽ കൂടിയേക്കാമെന്ന് ചിന്തിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പൂർവ്വജന്മ കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളുമായി വരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഈ പൂർവ്വജന്മ കർമ്മങ്ങൾ ഇപ്പോഴും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മാറ്റാൻ എന്താണ് വഴി? അത് പറയാം. പൂർവ്വജന്മ ദുരിതം എന്ന് പറയുന്നത് ചിലർക്ക് അത് ഒരു വ്യാഴവട്ടക്കാലം മുതൽ നമുക്കൊരു പ്രത്യേകമായൊരു പ്രശ്നം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻജന്മ വിഷയമായിട്ട് നമ്മൾ കണക്കാക്കണം. 12, 24, 36 ഈ ഏജിൽ നമുക്കൊരു പ്രത്യേകമായൊരു വിഷയം വരുവാണ് എങ്കിലത് പൂർവ്വജന്മ ദോഷമാണെന്ന് കണക്കാക്കണം. 12 വയസ്സിൽ ഒരാളുടെ ശരീരം മുഴുവൻ പെട്ടെന്ന് ഇങ്ങനെ വെള്ളപ്പാണ്ട് പോലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം, മുൻ ജന്മത്തിൽ ഏതോ ഒരു സർപ്പത്തിനെതിരെ ദോഷം ചെയ്തിട്ടുണ്ട്, ഇല്ലേ ഒരു സർപ്പത്തെ തീയിട്ട് കൊന്നിട്ടുണ്ട്. ഏതോ ഒരു സർപ്പം ആയിരിക്കില്ല, സ്വന്തം ധർമ്മദേവത തന്നെ ആയിരിക്കും അത്. അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ദോഷം തിരിച്ചു വരുന്നതാണെന്ന് ചിന്തിക്കണം. അങ്ങനെ അത് ഒരു കണക്ക് ഞാൻ പറഞ്ഞാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം പറയാം, അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഒരു കുട്ടിയുടെ ജാതകത്തിൽ 12 വയസ്സിൽ ആ കുട്ടിക്ക് അതുവരെ ആയുസുള്ളൂ എന്നുള്ളൊരു ജ്യോത്സ്യൻ ഇങ്ങനെ ഒരു പ്രവചനമല്ല ഇങ്ങനെ രാശിയിൽ പറഞ്ഞു, കുട്ടിക്ക് 12 വയസ്സിലുള്ള ഒരു അപകടം നടക്കും, ആ അപകടത്തിൽ ഈ കുട്ടി അതിജീവിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ഈ കുട്ടിക്ക് അച്ഛൻ അനുകൂലമാണോ? അപ്പോൾ അല്ല, അച്ഛൻ അനുകൂലമല്ല. പക്ഷേ ആ അച്ഛൻ്റെ ഒരേ ഒരു മകനാണ് ഈ കുഞ്ഞ്. പക്ഷെ അനുകൂലമല്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. എന്നാൽ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു അനുകൂലാവസ്ഥ, ഈ അച്ഛനിൽ നിന്ന് കിട്ടേണ്ട കരുതലും സ്നേഹവും വാത്സല്യവും ഒന്നും ഈ കുഞ്ഞിന് കിട്ടാതെ വരിക. അച്ഛൻ മനഃപൂർവ്വം കൊടുക്കാത്തതുമല്ല, ഈ മകൻ അതിന് അർഹനല്ലാത്തത് കൊണ്ടുമല്ല, പക്ഷെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് തമ്മിൽ അടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. അപ്പോൾ അത് 12 വയസ്സിൽ ഈ കുട്ടിക്ക് ദോഷമാണ് തന്നെ. അപ്പോൾ ഇവർ ആദ്യമൊക്കെ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ, ശിവക്ഷേത്രത്തിൽ പോയി ഈ കുഞ്ഞിന് ആയുസ്സും ആരോഗ്യവും കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പൂജകളും വഴിപാടുകളും എല്ലാം ഇങ്ങനെ നടത്തി പോകുന്നു. പക്ഷേ ഈ കുഞ്ഞ് നല്ലൊരു മോനാണ്, നല്ലൊരു കുട്ടിയാണ്. അതെങ്ങനെ എനിക്കത് പറയേണ്ടതെന്ന് അറിയില്ല. നല്ലൊരു കുട്ടിയാണ്, ഒരു പ്രശ്നക്കാരനോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു തകിടൊക്കെ ഇടുമ്പോൾ അത് ഈ കുട്ടിയുടെ കഴുത്തെ കിടക്കത്തില്ല, ഇത് പൊട്ടി താഴെ പോകും. പിന്നെ കാള ഈ കൊച്ചിനിങ്ങനെ കുത്താൻ വരുന്നത് പോലെ എവിടെ കാളയുണ്ടോ ഇത് അതിൻ്റെ മുന്നേക്കൊടങ്ങാനും പോയി ഈ കാള ഇങ്ങനെ എന്തോ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മളിതിങ്ങനെ ആലോചിച്ച് അന്വേഷിച്ചപ്പോൾ ആ കുട്ടിക്ക് സൂര്യൻ അവയോഗി എന്ന് പറയും. അവയോഗി എന്ന് പറഞ്ഞാൽ എല്ലാ യോഗങ്ങളെയും നശിപ്പിച്ച് കളയുന്നവനാരോ അവൻ അവയോഗി. അപ്പോൾ എല്ലാ ജാതകത്തിലും ഒരു ഗ്രഹം അവയോഗിയായിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം. ഈ കുട്ടിക്ക് സൂര്യനാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, അച്ഛനാണ്. അച്ഛനെ കൊണ്ടാണ് നമ്മൾ സൂര്യനെ ചിന്തിക്കേണ്ടത്. അപ്പോൾ സൂര്യൻ അവയോഗിയാകുമ്പം ശിവൻ ദോഷത്തിലായി, ജന്മത്തിലെ ദോഷത്തിലായി. അപ്പോൾ ഈ കുഞ്ഞ് ഇതിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ ഇവൻ്റെ ജാതകം എഴുതപ്പെട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ കുട്ടി ഒരു തെറ്റും ചെയ്യാതെ ഭഗവാൻ തീരുമാനിക്കുമോ 12 വയസ്സിൽ ഇവൻ മരണപ്പെടണമെന്ന് ഭഗവാൻ തീരുമാനിക്കുമോ? തീരുമാനിക്കത്തില്ല. അപ്പോൾ മുൻ ജന്മത്തിൽ ഇവൻ എന്തോ ദോഷം ചെയ്തിട്ടുണ്ട്, ആ ദോഷത്തിൻ്റെ ഫലം അടുത്ത ജന്മത്തിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് 12 വയസ്സ് വരെ അനുഭവിപ്പിക്കുക, എന്നിട്ട് 12ാമത്തെ വയസ്സിൽ എടുക്കുക എന്നുള്ള രീതിയിൽ. കൊച്ച് അച്ഛനിൽ നിന്ന് പ്രശ്നമായി, അതിന് മാനസികമായിട്ട് കുറേ അത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. 12ാമത്തെ വയസ്സിൽ ഇത് നടക്കുമെന്ന് ഈ വീട്ടുകാർക്കും ഒരു ഉൾഭയം. പിന്നെ ഈ കൊച്ച് തട്ടി എപ്പോഴും വീഴുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അതിന് നമ്മൾ അതിൻ്റെ രാശിയെല്ലാം നോക്കി കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഏറ്റുമാനൂർ അമ്പലത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ പാശ ഒഴിഞ്ഞ് വെക്കുക എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അത് കൊണ്ടുവന്ന് കൊടുത്താൽ ഒരു പക്ഷേ ഇവൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നെനിക്ക് തോന്നിയിട്ട് ഇവരുടെ അമ്മയോട് ഞാൻ പറഞ്ഞു, കൊണ്ടുപോയി പാശ ഒഴിഞ്ഞ് സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടീനെ കൊണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ ചെന്ന് ഈ ഒരു പാശ ഒഴിഞ്ഞ് സമർപ്പിച്ചു. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു.
ഈ വട അവിടെ കൊടുക്കുമ്പം ഈ വടത്തിൻ്റെ ഒരെഴ പൊട്ടിയിരിക്കുക, രണ്ടും പൊട്ടിയിട്ടില്ല, ഒരെണ്ണം പൊട്ടുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇവരോട് തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളത് കൊടുത്ത ആ വട അവിടെ സമർപ്പിച്ചപ്പോൾ, ഈ പാശ മുഴുങ്ങി സമർപ്പിച്ചപ്പോൾ അത് പൊട്ടിയാണോ ഇരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അതിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി, ആരോ ഒരു ദേവനുമായിട്ട് ഈ ഏറ്റുമാനൂരപ്പം ബലം പിടിച്ചു. ബലം പിടിച്ചപ്പം ആ ബലാബലം ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് നമുക്ക് കാണിച്ചതെന്ന് വെച്ചാൽ രക്ഷപ്പെടാനും രക്ഷപ്പെടാതിരിക്കാനും സാധ്യത എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയാണ് കണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്താ കാരണം എന്നിങ്ങനെ നോക്കിയപ്പോൾ മുൻ ജന്മത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലെ ഒരു കാളയെ കൊന്നുകളഞ്ഞു എന്നൊരു കണക്ക്. ഒരുപക്ഷെ 5 തലമുറ മുന്നായിരിക്കും, എത്ര തലമുറയും നമുക്കറിയില്ല. ഈ കുട്ടിയുടെ പൂർവ്വജന്മം അങ്ങനെയാണെന്നും അതുകൊണ്ടാണ് ഈ കാള ഒരു കാര്യം ചെയ്യാതെ ഈ കൊച്ചിനെതിരെ വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ട് 30 ഗ്രാമിൻ്റെ വെള്ളിയിൽ തീർത്ത ഒരു പ്രതിമ ആ ക്ഷേത്രം കണ്ടുപിടിച്ച് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറഞ്ഞു. അത് കോട്ടയം ജില്ലയിലുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഭഗവാന്റെ മുന്നിൽ ആ കുഞ്ഞിനെ നമസ്കരിച്ച് നിർത്തിയിട്ട് അതിൻ്റെ മാതാപിതാക്കൾ അത് കൊണ്ടുവന്ന് അവിടെ സമർപ്പിച്ചു. ഇപ്പം ആ കുട്ടിക്ക് 13-14 വയസ്സായി. അപ്പോൾ ഈ കറക്റ്റ് 12ാമത്തെ വയസ്സിൽ ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരും, ആ സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെ പോകത്തില്ല, മൃത്യുദോഷം ഒഴിവായി എന്ന് അപ്പോഴേ കണ്ടു. ആ കാളയെ അവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നേ സമർപ്പിച്ച് തെറ്റ് ഏറ്റു പറഞ്ഞ് ഭഗവാനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, 12 വർഷം എൻ്റെ ആ അമ്മ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, 12 വർഷം എൻ്റെ കുഞ്ഞ് അനുഭവിച്ചു, ഇനി അവനെ ഇങ്ങനെ സങ്കടങ്ങൾ കൊടുക്കരുതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിൻ്റെ പിന്നെ രാശി നോക്കിയപ്പോൾ മൃത്യുദോഷമില്ല, ആ കുട്ടിയുടെ ജാതകത്തിൽ മൃത്യുദോഷമില്ല. പകരം ആ കറക്റ്റ് 12ാം പിറന്നാളിൻ്റെ 2-3 ദിവസം മുമ്പേ ആ സ്കൂളിൽ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ കാല് തട്ടിയോ മറ്റോ ഈ കുട്ടി വീണ് 4-5 സ്റ്റിച്ച് കാലയിൽ ഇടേണ്ട അത്ര മുറിവ് വന്നു. പക്ഷെ അത് ഈ വീട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു, ആ സമയത്ത് ഈ കൊച്ചിന് എന്തെങ്കിലും ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, എന്തോ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് അധ്യാപകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കിയിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കാൻ പറ്റി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന് ശേഷം ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ അതിന് പരിഹാരമായിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ എല്ലാ വർഷവും എന്തെങ്കിലും വഴിപാടുകൾ കൊടുത്തു പോവുക. പക്ഷെ ഒരിക്കലും ശിവൻ ഈ കുട്ടിയോട് അനുകൂലപ്പെടത്തില്ല, ഒരിക്കലും അനുകൂലപ്പെടത്തില്ല, മറിച്ച് ദോഷത്തിൽ വരത്തില്ല. നമ്മൾ ആ പരിഹാരം ചെയ്തുകൊണ്ട് ദോഷം ഉണ്ടാവത്തില്ല, എന്നിരുന്നാലും അനുകൂല ഭാവം ഉണ്ടാവത്തില്ല. പക്ഷെ സ്വാഭാവികമായിട്ടൊരു ദേവതയെ നമുക്ക് വശത്താക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഉപാസന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അനുകൂലമായി വരില്ലേ? ശിവനെ ഉപാസന എടുത്താൽ അവൻ്റെ ജാതകത്തിൽ, ആ കുട്ടിയുടെ ജാതകത്തിൽ ശിവനല്ല അവൻ ഉപാസിക്കേണ്ട മൂർത്തി മഹാവിഷ്ണുവാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കർമ്മം എടുക്കുന്നതിന് മുമ്പായിട്ട് മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ കൊടുത്ത് ആ കുട്ടി ആ ഉപാസന എടുത്തിരുന്നു. അതുകൊണ്ടും കൂടി മഹാവിഷ്ണു എന്ന് പറഞ്ഞ ആള് നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരും. ഈ ശിവൻ മഹാവിഷ്ണു ഇവർ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്, ഭഗവാനോട് മഹാദേവനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പുള്ളി ബലം പിടിച്ച് നമുക്കിങ്ങനെ നേടിത്തരും. സത്യമില്ലെങ്കിൽ പുള്ളി ആ ഭാഗത്ത് പോകത്തുമില്ല. അതല്ല, കുറച്ചെങ്കിലുമൊക്കെ സത്യം ഉണ്ടെങ്കിൽ ബലം പിടിച്ച് നമുക്ക് ഇങ്ങനെ തരും. അവിടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ദേവതയുടെ തട്ട് കിട്ടുമെന്നൊന്നും പുള്ളി നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേസമയം മഹാവിഷ്ണു ആണെങ്കിൽ അദ്ദേഹം അതിന് കൃത്യം നമ്മളെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കും. ഒരു കർമ്മത്തിന് ആ പരിഹാരം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ ഇങ്ങ് ഊരിയെടുക്കും. അപ്പോൾ അടുത്തും നിൽക്കുന്ന ദേവതയ്ക്കും വിഷയമില്ല. അപ്പോൾ ഇത് കറക്റ്റ് മഹാദേവനോട് ഇദ്ദേഹം ബലം പിടിച്ചാൽ കിട്ടുകയല്ലേ? ബലം പിടിച്ചാൽ കിട്ടും. പക്ഷേ ആ ബലമല്ല അവിടെ നോക്കിയത്, അവിടെ പരിഹാരം ചെയ്യിപ്പിച്ചു. ആ കാളയ്ക്ക് പകരമായിട്ട് ഇത് അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സങ്കല്പം അവിടെ കൊടുത്തപ്പോൾ അദ്ദേഹം ആ ദോഷത്തിൽ നിന്ന് ഒഴിവായി. അവിടെ ബലാബലം വന്നില്ല, മറിച്ച് അപേക്ഷയും പരിഹാരവും വന്നേ. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൂർവ്വജന്മ ദോഷങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ പ്രേതബാധ ദോഷങ്ങൾ പറഞ്ഞു വരുന്ന ഒരുപാട് ആളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂടെ പ്രേതമുണ്ട്, ഭൂതമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ മറ്റൊരു എൻറ്റിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ചില ആളുകളൊക്കെ വിളിക്കുമ്പോൾ തന്നെ സങ്കടപ്പെട്ടിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഈ പ്രേതബാധ ദോഷമുള്ള ആളുകളെ എങ്ങനെയാണ് നേരിടുന്നത്? പ്രേതബാധ അത് പലതരത്തിൽ വരാം. പൂർവ്വജന്മത്തിലെ പ്രേതബാധയെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി പോലെ ഈ ജന്മത്തിൽ നമുക്ക് നടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ജന്മത്തിൽ വന്നിരിക്കുന്ന ദോഷം തീർക്കാൻ നമ്മൾ നടക്കും, ഇത് തീർക്കും. പക്ഷെ മുൻ ജന്മത്തിലെ ദോഷം അവിടെ കിടക്കും, അത് കൃത്യമായ സമയത്ത് നമ്മളെ കയറി അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുക. ഇതൊരു ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേ. അഷ്ടമത്തിൽ ഗുളികൻ വന്നാൽ എന്ന് പറയും, അത് ജ്യോതിഷന്മാർ പറയുന്നൊരു ഇതാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ, അതിൽ ഗുളികൻ പ്രേതം വന്നാൽ നമ്മുടെ ആയുസിന് ദോഷമുണ്ടാകും എന്നൊരു ബേസ് കണക്കുണ്ട്. ഒരു ജാതകത്തിൽ അഷ്ടമത്തിൽ ഗുളികനോട് കൂടിയാണ് അദ്ദേഹം ജനിക്കുന്നതെങ്കിൽ മുൻജന്മ വിഷയം വേണം കണക്കാക്കാൻ. മുൻജന്മത്തിൽ ഏതോ ഒരു പ്രേതം ഇയാളെ ഫോളോ ചെയ്ത് ഇയാളുടെ കൂടെ ഉണ്ടെന്നും
ഇത്ര സമയമാകുമ്പം ഈ ഗുളികൻ ഇയാളെ അറ്റാക്ക് ചെയ്യും. ഗുളികൻ എന്ന് പറഞ്ഞാൽ പ്രേതമാണ് കേട്ടോ. ഇദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടാകുമെന്നും നമ്മൾ കണക്കാക്കണം. അത് മുൻജന്മ വിഷയമാണ്. അങ്ങനെ ഇതിൻ്റെ കണക്കെടുക്കണം. പക്ഷേ ഒരു പ്രേതബാധ വന്നാൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാം. മുൻജന്മത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ നമ്മൾ വിവാഹം കഴിച്ചിട്ടോ ഇല്ല കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് അങ്ങ് മറക്കുന്ന ഒരു രീതിയിൽ, പണ്ട് കുറേയും കൂടെ എല്ലാം കുറച്ചുകൂടെ സ്വാത്വികമായിരുന്നല്ലോ. അപ്പോൾ ഒരു വാക്കൊക്കെ കൊടുത്ത് ആ കുടുംബക്കാർ മൊത്തം ആ വാക്കിൽ നിൽക്കുകയാണ്. പിന്നീട് അവരുടെ കുടുംബത്തിൽ മറ്റൊരു വിവാഹം പോലും കഴിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾക്കൊക്കെ വാക്ക് കൊടുത്തിട്ട് അവരെ പിന്നീട് ഉപേക്ഷിച്ചൊക്കെ കളയുവാണെങ്കിൽ ഈ ജന്മത്തിൽ ഒരു 10-28 വയസ്സ് വരെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അയാൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാം, ഇല്ലയോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പമാകുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ പ്രശ്നം വരാൻ തുടങ്ങും. അപ്പോൾ ആ പ്രശ്നം നോക്കുമ്പോൾ അതൊരു യക്ഷിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുളികൻ്റെ പ്രശ്നം, ഒരു പ്രേതത്തിൻ്റെ പ്രശ്നമെന്ന് പറയും, അതൊരു സ്ത്രീയാണെന്ന് പറയും. പക്ഷേ ഈ സ്ത്രീ പ്രേതം എവിടുന്ന് വന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓർക്കും, അപ്പോൾ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഏതെങ്കിലും പെൺകുട്ടികൾ വല്ല വെള്ളത്തിൽ വീണ് മരിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ ഇവർ പറയില്ല ഇന്നടത്തുണ്ട്, ഇന്നടത്ത് മരിച്ചു, അതാണെന്ന് പറഞ്ഞാൽ അത് തീർക്കും. പക്ഷെ അതല്ല, ഇതേപോലൊരു സംഭവം ഇയാളുടെ മുൻ ജന്മത്തിൽ നടന്നിട്ടുണ്ട്. അത് ഈ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമേ ഈ വിഷയമുള്ളൂ, എപ്പോഴും ഈ പ്രേത വിഷയമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർക്കണം, മുൻ ജന്മത്തിൽ ഏതോ ഒരു പെൺകുട്ടിയെ നമ്മൾ ചതിച്ചിട്ടുണ്ട്. അത് നീതി തേടി നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില ആളുകളൊക്കെ പറയുന്നത്, ഇപ്പോൾ ഇതിനൊക്കെ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ, പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി? അങ്ങനെ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ട വന്നിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി നമുക്ക് കർമ്മം എടുക്കാം. കർമ്മം എടുക്കുമ്പോൾ എന്താ, നമ്മൾ ആൾക്കാരുടെ മുന്നേ കുറേ കളർ പൊടികളൊക്കെ ഇങ്ങനെ വാരി എറിഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷമൊക്കെ അവിടെ സൃഷ്ടിച്ചിട്ട് വേണം നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ആ ദേവന്റെ സൈഡാണ് നിൽക്കുന്നത്. ദേവൻ അല്ലേ പ്രേതം. ഒരു സത്യമില്ലാതെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവത്തില്ല. ചുമ്മാ ഇരിക്കുന്ന ഒരു പ്രേതം എന്നാൽ നാളെ മുതൽ ഇവൻ്റെ ശരീരത്തിൽ കൂടിയേക്കാമെന്ന് ചിന്തിക്കത്തില്ല. അവനും അവിടെ ഒരു സത്യമുണ്ട്. ആ സത്യം ഉള്ളതുകൊണ്ടാണ് ഇയാൾക്ക് ബാധയായേക്കുന്നത്. അപ്പോൾ ആ ദേവൻ എന്താണ്, അല്ലെങ്കിൽ ആ പ്രേതത്തിന് അതിൻ്റെ ഹിതം എന്താണെന്ന് ഞാൻ നോക്കും, അവരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കും. അത് മനസ്സിലാക്കിയിട്ട് രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അതിന് പരിഹാരമാണ് ചെയ്യുന്നത്. പിന്നെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാം, അതിൽ ആളുകളെയൊക്കെ നമുക്ക് കുറച്ചൊന്ന് പെട്ടെന്ന് കയ്യിലെടുക്കാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. മറ്റവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക, ആ സംഭവത്തിനെ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ വലിയ കാര്യത്തിൽ പിന്നെ ഞാൻ കണ്ടേക്കുന്നതാണ് അത് മരപ്രതിമയിൽ ചിലർ വരും പച്ചീർക്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയുന്നു പറയും. എന്തിനാ അങ്ങനെ തീർക്കേണ്ട ആവശ്യം എന്താ? ഡയറക്റ്റായിട്ട് ഈ ബാധയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയത്തില്ല ഈ ബാധ എന്തിനാണ് ബാധയായതെന്നറിയാം. ആ പ്രശ്നം അവിടെ പരിഹരിച്ചാൽ ആ ബാധ അതിൻ്റെ വഴിക്ക് പൊക്കോളും. ഇല്ലേ അത് പോകത്തില്ല എന്ന് പറയുന്നതിന് നമുക്കൊരു നാണയത്തിലോ ഇല്ല മറ്റേതെങ്കിലും ബിംബത്തിലോ ആ വഹിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. ബലമുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. സമർപ്പിച്ചാൽ അത് അവിടെ ഇരുന്നോളും. എന്തിനാ അങ്ങനെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ആ വീട്ടുകാരെ പറഞ്ഞ് പേടിപ്പിക്കുക? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ചിലർ പലപ്പോഴും ഇത്തരത്തിലുള്ള ആവാഹനങ്ങൾ ചെയ്തിട്ട് അത് പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? പോകാത്തത് കൃത്യമായിട്ടും ആ ഒരു പ്രേതം അത് സ്വാഭാവികമായിട്ട് മോക്ഷത്തിലേക്ക് പോകണം. ഇപ്പം ഞാൻ ഇന്ന് ഇല്ല നാളെ അങ്ങ് മരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ മരിച്ചാൽ ഞാൻ ഡയറക്റ്റ് എവിടെ ചെല്ലണം? വഴിയിലൊന്നും തങ്ങാതെ ഭഗവാനിലേക്ക് എത്തണം. വഴിയിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ സ്വീകരിക്കാത്തത് എന്ന് പറയാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് മഹാവിഷ്ണുവിനെ കൊണ്ട് എല്ലാവരും സുദർശന ഹോമത്തിൽ പ്രേതങ്ങളെ ആവാഹിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത്. ഈ സുദർശന ഹോമം ചെയ്ത് പ്രേതത്തെ പിടിച്ച ആളുകളുണ്ടെങ്കിൽ പിന്നീട് ഒരു 10-21 ദിവസം കഴിയുമ്പോൾ ആ പ്രേതത്തിനെ കൃത്യമായിട്ട് അവിടെ കിട്ടിയോ എന്നുള്ളത് മറ്റൊരാളെ കൊണ്ട് രാശി എടുപ്പിക്കണം. ഇപ്പം ഞാൻ കർമ്മം ചെയ്തിട്ട് എന്നെ കൊണ്ടല്ല രാശി എടുപ്പിക്കേണ്ടത്. ഇപ്പം എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചു, എന്നോട് ചോദിക്കുക ശരിയായോ എന്ന് ചോദിച്ചാൽ ഞാൻ ശരിയായെന്നല്ലേ പറയുള്ളൂ. മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മറ്റൊരാളോട് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിക്കോട്ടെ ചെന്നിട്ട് ചോദിക്കണം, അവർ ഇന്ന പോലെ കർമ്മം ചെയ്തിരുന്നു, ആ പ്രേതങ്ങളെ മൊത്തം കിട്ടിയോ എന്നൊന്ന് തിരക്കണം. അത് തിരക്കുന്നതല്ല. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ തിരക്കണം, അത് അന്വേഷിക്കണം. കൃത്യം 21 ദിവസം ഒഴിവിട്ടിട്ടാണ് കൊടുക്കുക. 21ാമത്തെ ദിവസം നിങ്ങളത് അന്വേഷിക്കണം, ഞാൻ ചെയ്ത കർമ്മത്തിന് ബലമുണ്ടോ തിരക്കണം എന്ന് പറയുന്നത്. അത് പറയുന്നതിൻ്റെ കാര്യം ഈ മഹാവിഷ്ണു ബലമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അദ്ദേഹം ശുദ്ധവൃത്തി നോക്കുന്ന ആളാണ്. അപ്പോൾ ഈ ദ്രാവിഡ കുലത്തിൽപ്പെട്ട ഒരാൾ കോഴി വെട്ടി ഗുരുതിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാരണം വരെ മഹാവിഷ്ണുവിനോട് പിടിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പിടിക്കുകയല്ലത്. കാരണം കോഴി വെട്ടി ഗുരുതി കൊടുത്ത ഒരു കർമ്മി അല്ലെങ്കിൽ ആ ഒരു അറുകൊല പോലെ ഒരു സങ്കല്പമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു കാരണവരെന്നും ഇരിക്കട്ടെ, അറുകൊലയല്ല രക്ഷസ്വല്ല ഒന്നുമല്ല, ഒരു കാരണവർ. ആ കാരണവരുടെ കൂടെ അദ്ദേഹത്തിന് ഉപാസനയായ ഭദ്ര നിപ്പുണ്ട്. ഭദ്രകാളി കൂടെ നിൽക്കുകയാണ്, ഉപാസനമൂർത്തി കൂടെ നിൽക്കും. കൂടെ നിൽക്കുമ്പം
ഈ ഭദ്രകാളീനെ ഇദ്ദേഹത്തിനെയും കൂടെ ഒന്നിച്ച് മഹാവിഷ്ണുവിന് എടുക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹത്തിന് അശുദ്ധി ഉണ്ടാകും. കാര്യം ഇവര് ഈ ചോര പുരണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അശുദ്ധി, അദ്ദേഹത്തിന് ബലമില്ലാത്തതുകൊണ്ടല്ല, ഇനി പിടിക്കാൻ ബലമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അശുദ്ധി ആകും എന്നാകയാൽ അദ്ദേഹം ഒന്ന് പുറകോട്ട് മാറും, ഇതിനെ എടുക്കത്തില്ല. അതേസമയം ഭഗവാനോട് മഹാദേവനോട് ഇതിനെ എടുക്കാൻ പറഞ്ഞ് ഭഗവാൻ അത് എടുക്കും. അങ്ങനെയുണ്ട്, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പം ഈ ശുദ്ധ ബ്രാഹ്മണനായിരിക്കുന്ന ഒരാളെ, സ്വാത്വികനായിരിക്കുന്ന ഒരാളെ, ഇല്ലേ ശുദ്ധ ബ്രാഹ്മണനായിരിക്കുന്ന ഒരാളെ, സ്വാത്വിക കർമ്മം അനുഷ്ഠിച്ച ഒരാളെ മഹാവിഷ്ണുവിന് കർമ്മം കൊടുത്താൽ അപ്പോഴേ ഈസി ആയിട്ട് എടുക്കാം. പക്ഷെ അതല്ല സുദർശന ഹോമത്തിന്റെ ഒരു പ്രാധാന്യം. അതല്ല ഭയങ്കരമായ ദ്രാവിഡ മന്ത്രവാദം ചെയ്ത ഒരാളെ ആണെങ്കിൽ കഴിയുന്നതും മഹാവിഷ്ണുവിന് കൊടുക്കാതിരിക്കുക. ഇപ്പം എൻ്റെയൊക്കെ ഏരിയയിൽ ചേലാമറ്റം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള സകല ദ്രാവിഡ കുലത്തിൽപ്പെട്ട ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ പലതും അവിടെ കിട്ടുന്നില്ല. എന്നിട്ട് ഇവര് ഒഴിവെടുക്കാനായിട്ട് വേറെ ഏതൊരു ജോത്സ്യനെ കൂടെ എക്സ്ട്രാ വിളിച്ചിരുത്തും. കുറേ നേരം ആവാഹിക്കും, കുറേ നേരം ഹോമം ചെയ്യും. കിട്ടിയോന്ന് ചോദിക്കും, ആ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പലരും എഴുന്നേറ്റ് പോകുന്ന ചില സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ശക്തമായ രീതിയിൽ ഹോമം ചെയ്യുന്ന ബ്രാഹ്മണർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ കൃത്യമായിട്ട് ആ ദേവതയെ മാറ്റി നിർത്തിയിട്ട് ഈ പ്രയത്നം മാത്രമായിട്ട് എടുത്ത് മഹാവിഷ്ണുവിന് സമർപ്പിച്ച് അവിടെ ഇരിക്കും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ തിരുവല്ലം അമ്പലത്തിലും അങ്ങനെയൊക്കെ ഭയങ്കരമായ ബലമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചിലർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ശുദ്ധമാക്കിയിട്ട് അവർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താലേ എടുക്കുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രേതത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നത്? കൂടെ നിൽക്കുന്ന ദേവതയെ മാറ്റിയാൽ മതി. ദേവതയെ മാറ്റി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കർമ്മം കൊടുത്തുകൊണ്ട് ദ്രാവിഡൻ പെട്ടെന്ന് അങ്ങനെ ശുദ്ധനാവത്തില്ല. കാര്യം ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. അതേസമയം എൻ്റെ തലമുറയിൽപ്പെട്ട എൻ്റെ അച്ഛൻ പാരമ്പര്യത്തിൽ പണ്ട് കാലത്തൊക്കെ കോഴി വെട്ടി കുരുതി കൊടുത്തിരുന്ന കർമ്മികളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാനൊക്കെ ജനിക്കുമ്പോൾ അങ്ങനെ ഒന്നും അറിയാവുന്നവർ പോലും ഇല്ല. അപ്പം അവരെയൊക്കെ ഒരിക്കലും ഈ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നമ്മൾ നോക്കിയിട്ട് അവിടെ ഇരുത്താൻ പറ്റിയിട്ടില്ല. അവരെയൊക്കെ വേറെ വേറെ വലിയ ക്ഷേത്രങ്ങളിലാണ് കൊണ്ടിരുത്തിയത്. അപ്പോൾ എന്താ, ഇദ്ദേഹം ദേവതയെ മാറ്റിയാലും അവിടെ ചിലപ്പോൾ പിടിക്കുന്നതായിട്ട് കാണുന്നില്ല. അതേസമയം മഹാദേവൻ്റെ അടുക്കൽ ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇരിക്കും. അവിടെയൊക്കെ ഇരുത്താം. വള്ളിയങ്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഇരിക്കും. അവിടെയൊക്കെ ഈ സൈസ് കർമ്മികളിരിക്കും. പക്ഷെ മഹാവിഷ്ണുവിൻ്റെ അടുത്തുകൊണ്ടിരുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഒന്നും നടക്കത്തില്ല. കുറച്ചൊക്കെ ചെയ്യുന്നവരുണ്ട്, കുറച്ചൊക്കെ നടക്കുന്നവരുണ്ട്. ആ ചെയ്യുന്നവന് പക്ഷെ അത്ര വലിയ ബലമുള്ളവനെ ഇത് ചെയ്യുള്ളൂ. അല്ലാതെ ഇന്നലെ കർമ്മിയായവൻ, ഇന്നലെ തിരുമേനിയായ ആൾക്കൊന്നും കിട്ടുകയില്ല. ഈ ആവാഹനം ചെയ്തിട്ട് ഈ ദേവതകൾ പോകുമ്പോൾ നമ്മൾ ശപിച്ചിട്ട് പോകുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതെല്ലാം ഇതാണ് കാരണം. ആ ദേവതയുടെ സത്യം നോക്കുകയില്ല. സത്യം നോക്കാതെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു യക്ഷി ദോഷമായിട്ട് ഒരാൾക്ക് വന്നു. ആ യക്ഷീനെ ബലമായിട്ട് ഇങ്ങ് പിടിക്കുക. അപ്പോൾ എന്താ, അവിടെ നമുക്ക് ആൾക്കാരുടെ മുന്നിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ബിംബത്തിലോട്ട് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇങ്ങ് വിളിച്ച് അങ്ങനെ ഇരുത്തും. പക്ഷേ ആ ദേവതയ്ക്ക് ഒരു സത്യം ഉള്ളതുകൊണ്ട് ആ ദേവത ബാധ ചെയ്ത് അത് നോക്കത്തില്ല. ദേവതയുടെ ഭാഗമേ ചിന്തിക്കാതെ അപ്പോൾ അവിടെ കർമ്മിയുടെ ബലമാണ്. കർമ്മിയുടെ ബലം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിച്ചു വരുത്തി, ചിലപ്പം യക്ഷിയെ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല അത്രേ ഉള്ളൂ. അതൊന്നും ഇവർ ചിന്തിക്കത്തില്ല. പിടിച്ചു വരിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ആ ദേവത ശാപം കൊടുക്കും. കാര്യം ദേവതയ്ക്ക് ഒരു സത്യമുണ്ട്. ആ സത്യത്തിന് അവിടെ പരിഹാരം കിട്ടില്ല. അന്നേരമാണ് ശപിക്കുന്നത്. അതല്ലാതെ ചുമ്മാ ആരെങ്കിലും ശപിക്കൂ? ഇല്ല. പക്ഷെ അത് നോർമലായിട്ട് ആ ദേവതയോട് എന്തുകൊണ്ടാണ് ബാധയായത്, ആ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ കാരണത്തിന് പരിഹാരം ചെയ്ത ദേവതാശാപം. അതുകൊണ്ട് എത്ര ദ്രാവിഡ കർമ്മികളിൽ എത്ര പേരാ നന്നായി ജീവിക്കുന്നവരുണ്ട്? വളരെ കുറച്ച് ആളുകൾ ഇല്ലേ? അവർ ആ ഒരു തലമുറ ചിലപ്പോൾ ചെയ്യും, കോഴിവെട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു പോകും. അത് തന്നെയല്ല അവർക്ക് സാമ്പത്തികം. ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കുപ്പി ആരെങ്കിലും വാങ്ങിച്ചു, പുരുഷന്മാരൊക്കെയാണ്, ഒരു കുപ്പി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 500 രൂപ കൊടുക്കുക. എന്നിട്ട് ഇവർ പിടിക്കുന്നതോ അതിശക്തമായ ദുർമൂർത്തികളെയാണ് ഇവർ ആവാഹിക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്ന ദക്ഷിണ എത്രയാ? തുച്ഛമായതാണ് കൊടുക്കുന്നത്. അതിൽ അവരങ്ങ് മയങ്ങുവാണ് ചെയ്യുന്നത്. അവരപ്പോൾ അവരുടെ ബലം, അവർക്ക് നല്ല ബലമുണ്ട്. ആ ബലം കൊണ്ട് ഇവർ ആ ദേവതയെ വെട്ടിത്തിരിച്ച് കളയും. ശാപം ഇവരുടെ കുടുംബത്തിനാണ് കിട്ടുന്നത്. ഇങ്ങനെ വെട്ടിത്തിരിക്കുമ്പോൾ ഈ ശാപം മൊത്തം ഇവരുടെ ബാക്കി വരുന്ന തലമുറ അനുഭവിക്കുകയാണ്. അതിൻ്റെ ഗുണം കിട്ടിയത് ആർക്കാ? ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക്. അതിനനുസരിച്ചുള്ള ദക്ഷിണ പോലും ഇദ്ദേഹത്തിനില്ല. മറിച്ച് ഇദ്ദേഹത്തിൻ്റെ തലമുറ തീർന്നു പോവുകയും ചെയ്യും. അതേസമയം ബ്രാഹ്മണ കുലത്തിന് വലിയ കുഴപ്പമില്ല. അവർക്ക് സാമ്പത്തികമുണ്ട്, അവർക്ക് വ്യാഴബലം കൂടുതലാണ്. സാമ്പത്തികവും കിട്ടും, അവരുടെ കർമ്മങ്ങളും അങ്ങനെ. അവരങ്ങനെ വെട്ടിത്തിരിക്കാൻ പോകാറില്ല. അവർ ഹോമം ചെയ്തോ ആ ദോഷം അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളെല്ലാം സാമ്പത്തികമായിട്ട് ഭയങ്കര തളർന്നിരിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അങ്ങനെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് പൈസ വളരെ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ദക്ഷിണ കൊടുക്കാനുള്ളതുണ്ടെന്ന്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല, എല്ലാവർക്കും സാമ്പത്തികം ഇല്ലാത്തവരായിരിക്കത്തില്ല. പക്ഷേ ഈ നമ്മളൊരു ദുരിതം അനുഭവിക്കാൻ നമ്മളൊരു ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ താങ്കൾ ഒരു വലിയ പ്രശ്നം കുറേ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക എനിക്കത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ആ ദോഷം തീർക്കണം എന്ന് പറഞ്ഞ് ആ ദോഷം എല്ലാം കൂടെ ഞാൻ ഇങ്ങോട്ട് 4-1 കർമ്മി താങ്ങണമെന്നാണ്. അപ്പോൾ ആ 4-1 ദോഷം എന്തായാലും എനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത് ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ചെയ്യാനുള്ളത് മൊത്തം നിങ്ങൾ ചെയ്തു വെച്ചു, എന്നിട്ട് എൻ്റെ കയ്യിൽ പൈസയും ഇല്ല, ഇത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തിട്ട് അങ്ങനെ കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണം. ഇപ്പം ഒരു ഗതിയുമില്ല, ഞാനത് ചില സ്ത്രീകൾ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഒരു ഗതിയില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അവിടെ ന്യായമുണ്ട്. കാര്യം അവരെവിടുന്ന് പൈസ ഉണ്ടാക്കും? പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷേ ചിലത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ദുരിതമാണെങ്കിൽ അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അതിന് നമ്മൾ പൈസ വാങ്ങിയിട്ടേ ചെയ്യാവുള്ളൂ. കാര്യം അവരുടെ ദുരിതം ഒഴിഞ്ഞ് നമ്മളിങ്ങോട്ട് എടുക്കണ്ടേ? അവർ ചെയ്തു വെച്ച മൊത്തം നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് വെച്ചോ, നാളെ ഇവർ ഇതിൻ്റെ അപ്പുറത്തെ പരിപാടി വേറെ കാണിക്കും. അപ്പോഴും നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഒരു ഗതിയില്ലാത്തവൻ വന്നാൽ നമ്മൾ കണ്ണും പൂട്ടി അത് ചെയ്ത് കൊടുത്തിരിക്കണം. അത് ന്യായമാണല്ലേ? തമ്പുരാൻ്റെ കോപം നമുക്ക് കിട്ടും.